ഹലോ, ഇന്നൊരു മത്തങ്ങ എരിശ്ശേരി ഉണ്ടാക്കാം. അപ്പം ചെറുപ്പത്തിലേക്കുണ്ടല്ലോ, കുഞ്ഞിലെയൊക്കെ ഈ മത്തങ്ങ എരിശ്ശേരിയൊക്കെ ഉണ്ടാക്കിയാൽ ഒന്ന് ടേസ്റ്റ് പോലും ചെയ്ത് നോക്കാറില്ല. അപ്പം പല കറികളും അന്ന് കഴിക്കാത്തത് ഇപ്പോൾ കഴിക്കാറുണ്ട്. ചിലരെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം പറഞ്ഞു വന്നത് മത്തങ്ങ എരിശ്ശേരി. അപ്പം മത്തങ്ങയൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കുറച്ച് വെള്ളം, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഇച്ചിരി മുളക് പൊടിയും ഇട്ട് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട്. തോരനായിട്ട് ഞാൻ ബീൻസ് എടുക്കുന്നുണ്ട്. ബീൻസ് കട്ട് ചെയ്ത് തേങ്ങയും ഉള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ടൊന്ന് തോരനാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ബീൻസ് തോരനോട് റെഡി ആയിട്ടുണ്ട്. പിന്നെ എരിശ്ശേരിക്ക് അരപ്പിനായിട്ട് തേങ്ങ, മഞ്ഞൾപ്പൊടി, ചെറിയ ഉള്ളി, ചെറിയ ജീരകം എല്ലാം കൂടെ അരച്ച പേസ്റ്റ് അതിലോട്ട് വേവിച്ച മത്തങ്ങയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട്, പിന്നെ ഇത് വൻപയറാണ്. വൻപയർ നേരത്തെ വേവിച്ച് വെച്ചതാണ്. അപ്പം അതും കൂടി ഇട്ടത് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. പിന്നെ ലാസ്റ്റ് കുറച്ച് തേങ്ങ മൂപ്പിച്ചതും പിന്നെ കുറച്ച് കറിവേപ്പിലയും ചതച്ച കുരുമുളക് അതും കൂടെ ഒന്ന് വറുത്തിട്ട് നമ്മൾ എരിശ്ശേരിയിലോട്ട് ഇട്ട് കൊടുക്കുക. ഇത് വെളിച്ചെണ്ണയിലാണ് വറുത്തെടുത്തത്. അപ്പോൾ നമ്മുടെ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് മീനും കൂടെ ഫ്രൈ ചെയ്യുന്നുണ്ട്. അപ്പം ഇന്നത്തെ ഉച്ചയൂണിൻ്റെ സ്പെഷ്യൽ ഇതൊക്കെയാണ്: ചോറ്, മത്തങ്ങ എരിശ്ശേരി, ബീൻസ് തോരൻ, പിന്നെ അച്ചാറുണ്ടായിരുന്നു, പിന്നെ മീൻ പൊരിച്ചതും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കൂട്ടി കഴിക്കട്ടെ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.